തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുമെന്നാണ് പറയുന്നത്. അത് ആ ശക്തിയുടെ ചൈതന്യം അത്രയ്ക്കുണ്ട്. അതായത് ലോകം മൊത്തം ഈ ഊർജ്ജത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത്. സൂര്യൻ എപ്രകാരമാണോ സൂര്യന്റെ ഊർജ്ജം എല്ലായിടം ലഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ശക്തി. അതെ, നല്ല ശക്തിയാണ്. ശക്തിയൊക്കെ ഉണ്ടാക്കി ശക്തിയൊക്കെ സംഭരിച്ച് നിന്നോട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മൂക്കിനും തലയ്ക്കും ചതവ് എന്ന് പറഞ്ഞു. മൂക്കിൻ്റെ പാലൊക്കെ ഇടിച്ച് പൊളിച്ചിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേട്ടോ. ഞാനതിന് കംപ്ലീറ്റ് ന്യൂസ് വായിക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏതായാലും ഫസ്റ്റ് ക്ലിപ്പിൽ കണ്ട പ്രകാരം മറുനാടൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇയാളോട് ചെന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതേമാതിരി ശംഖു ഊതുന്നതും പിന്നെ കുഴലൂത്തും അതിൻ്റെ വീഡിയോ വേറെ കുറേ ഉണ്ട്. ഇതിനൊക്കെ കുറേ ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ ക്യാമറയും കൊണ്ട് ആരും അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ കുട്ടിയും അത് തൊടിയില്ല എന്നാണ് മനസ്സിലാവുന്നത്. സമാധിയിൽ ഭയങ്കര ചൈതന്യമുണ്ട്. സമാധിയാണെങ്കിൽ ലോകം ഭരിക്കാൻ പോകുന്നത്, ലോകത്തിൻ്റെ എല്ലാ ഊർജ്ജവും കൂടി ആവാഹിച്ച് സമാധിയിലേക്കാണ് വരുന്നത്. പോരാത്തതിന് ഫെബ്രുവരിയിൽ പോരാത്തതിന് പിന്നെ ശിവരാത്രിൻ്റെ അന്ന് എന്തോ പ്രതിഷ്ഠ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവസ്ഥ ഈസ് ദാറ്റ് ന്യൂസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. സമാധി വിവാദം, നെയ്യാറ്റിൻകര ഗോപൻ്റെ മുഖത്തും മൂക്കിലും തലയിലും ചതവ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ്. നിങ്ങൾ എത്ര പേര് കണ്ടു പറഞ്ഞില്ല. ഇത് ഈ വിഷയം താല്പര്യമുള്ളവർക്ക് കേൾക്കാട്ടോ. എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നോക്കാം. നെയ്യാറ്റിൻകര ഗോപൻ്റെ മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇത് സമാധിയായപ്പോൾ പറ്റിയതാണോ? തന്നെ സമാധിയാവുന്ന സമയത്ത് ചതവുണ്ടാവുമോ? ഇടിച്ച് പരത്തിയതാ തോന്നുന്നുണ്ട്. ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റുമടക്കം ഒട്ടേറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹൃദയധമനികളിൽ 75% ബ്ലോക്കുണ്ട്. അടിപൊളി. ഇത് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തൊരു കേസാണ് കേട്ടോ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച ഭഗവാനെ അസുഖം മാറ്റിത്തരണേ സ്വാമി എന്നും പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട അയാളുടെ അവസ്ഥ. അയാൾക്ക് ലിവർ സിറോസിസ്, പിന്നെ വേറെ എന്തൊക്കെയാ, കിഡ്നിയിൽ സിസ്റ്റ്, പിന്നെ എന്താ പറയുക 75% ബ്ലോക്ക്. ഹൃദ്രോഗമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ, ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ബെസ്റ്റ് സ്ഥലമാണ്. കഷ്ടം. ഓക്കെ, ഇനി അതൊന്നും പോരാത്തിന് ശരീരത്തിലെ ചതവുകൾ മരണകാരണമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഭാഗ്യം. പക്ഷേ രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ കൃത്യമായ മരണകാരണം സ്ഥിരീകരിക്കാനാകുള്ളൂ എന്നും വിദഗ്ധർ പറയുന്നു. തലയിൽ കരുവാളിച്ച പാടുകൾ കണ്ടതായി നേരത്തെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞതായി കണ്ടത് മക്കൾ സമാധി സ്ഥലത്തിലെത്തിയപ്പോൾ ഉള്ളിലായതെന്നാണെന്നും സംശയങ്ങൾ ഉയർന്നിരുന്നു. മരണത്തിൽ നാട്ടുകാർ ദുരൂഹത ഉന്നയിച്ചതിനെ തുടർന്ന് മക്കൾ സ്ഥാപിച്ച സമാധി കലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തിരുന്നു. ഓക്കെ, കളഭം ചാർത്തിലും പല പരിപാടി ഉണ്ടായിരുന്നു. ഇതിനിടെ നെയ്യാറ്റിൻകര ഗോപൻ്റെ പേരിൽ വലിയ ക്ഷേത്രം പണിത് ഉത്സവം നടത്തുമെന്നും മകൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. വിശ്വാസികൾ എത്തുന്നുണ്ടെന്നും നിലവിൽ 2 നേരം മുടങ്ങാതെ പൂജ നടക്കുന്നെന്നും അത്താഴ പൂജയുമുണ്ടെന്നും പൂജയ്ക്ക് നേതൃത്വം നൽകുന്ന മകൻ മിസ്റ്റർ രാജസേനൻ സംഭവം നന്ന് സൂര്യനാണ് ഉള്ളത്, സൂര്യൻ്റെ എന്തോ ശക്തി പോലെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പണിയാവും കേട്ടോ. പക്ഷെ ഞാനൊരു സംഗതി പറയട്ടെ, ഈ ചങ്ങായിനെ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്താ അറിയോ, ഇത്തരത്തിലും ഉള്ളൊരു സ്റ്റാർട്ടപ്പ് ചില്ലറ സംഭവം എന്നല്ല, ഒരു വൻ ബിസിനസ് സംരംഭത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇതുപോലെ നടത്തുക എന്ന് പറഞ്ഞാൽ സീരിയസ്ലി ആ വിവാദവും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര മൈലേജായി കിട്ടി. എന്താണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു 2 ആഴ്ച മുന്നേ ഒരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം, കാണാത്തവർക്കായിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് ഇയാൾ പറയുന്നുള്ളത് കേട്ടോ. അച്ഛൻ എന്ന് പറയുന്ന ഒരു ഈശ്വരനെ അറിഞ്ഞ ഒരാളാണ്. അപ്പൊ ഈശ്വരനെ അറിഞ്ഞ ഒരാൾ എപ്രകാരമാണെന്ന് അത് തീർച്ചയായിട്ടും അത് ശക്തിയാവും. അതായത് ഇന്നല്ല, അത് ഈ ഒരു സംഭവം നടന്നില്ലെങ്കിൽ പോലും, ഈ ഒരു വിവാദങ്ങൾ വന്നില്ലെങ്കിൽ പോലും, സമാധി എന്ന് പറയുന്ന ഒരു യോഗീശ്വരനായി മാറിയ ആള് അതിനുശേഷം ആ ക്ഷേത്രത്തിന്റെ വളർച്ച അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതെന്താ പറയുക, പോലീസിനൊന്നും ഇതിൽ ഇടപെട്ടിട്ട് യാതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല ചില സംഘടനകളാണ്. അപ്പോഴേക്ക് ഹിന്ദു ഐക്യവേദി, ഹിന്ദു സംഘടന, ഹിന്ദു ഉണർന്നു എന്നും പറഞ്ഞിട്ട് നേരെ വന്നിട്ട് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കള്ളം പറയുകയല്ലേ വേറെ ഒന്നും. ആ സമാധി എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിന്റെ മുമ്പോട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ അത് ആ സമാധിയാണ്, ശക്തിയാണ്. അതായത് ഇവിടുത്തെ മന്ത്രമൂർത്തിയാണ് വിഭീഷൺ. ആദ്യം മുതലേ നിങ്ങൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റിൽ ഈ വിവാദങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ശക്തിയായിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇനി അങ്ങോട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ വളർച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉള്ളത് തന്നെയാണ്, സത്യമാണ്, നേരത്തെ അത് ഉള്ള സത്യമാണ്. തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുമെന്നാണ് പറയുന്നത്. അത് ആ ശക്തിയുടെ ചൈതന്യം അത്രയ്ക്കുണ്ട്. അതായത് ലോകം മൊത്തം ഈ ഊർജ്ജത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നത്. സൂര്യൻ എപ്രകാരമാണോ സൂര്യന്റെ ഊർജ്ജം എല്ലായിടം ലഭിക്കുന്നത്, അതുപോലെ തന്നെയാണ് പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ശക്തി, യോഗീശ്വരന്റെ ശക്തി. തീർച്ചയായിട്ടും അതിന്റെ ഊർജ്ജവും അതിന്റെ ശക്തിയും എല്ലാവർക്കും അനുഗ്രഹം.
ഇയാൾ ആ പറഞ്ഞതിന് പോലീസ് ഇതിൻ്റെ പുറകിലുള്ള സംഗതി തെളിയിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇയാൾ ആ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നു കേട്ടോ. ഇത് വലിയൊരു സംരംഭം, ഈ ഒരു വലിയൊരു സംഗതി, വലിയൊരു ക്ഷേത്രമൊക്കെ ആയിട്ട് ഭാവിയിൽ മാറും. കാരണം വെച്ചാൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം പണ്ട് ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്യും, പിന്നെ ആൾക്കാർ വന്ന് ഈ നമ്മുടെ ഈ തലമുറ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ജനറേഷൻ ഒരുപക്ഷെ അന്നേക്ക് വിവരം വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. വിവരം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ഷേത്രമായിട്ട് തോന്നും. അവിടെ ചെന്നിട്ട് ആൾക്കാർക്ക് രോഗശാന്തി വരുന്നുണ്ട്, ആൾക്കാർക്ക് എന്താ പറയുക പ്രശ്നങ്ങൾ തീരുന്നുണ്ട്. പക്ഷേ ഇതുപോലെ 75% ബ്ലോക്കും കിഡ്നിയും ലിവറിൽ സിസ്റ്റും ലിവർ സിറോസിസും എല്ലാ പരിപാടികളും കൊണ്ടിട്ട് അത് മുഖത്തും തലയിലൊക്കെ ക്ഷതമേറ്റ് ഇങ്ങനെ ഒരു സമാധി ആയിട്ട് എല്ലാവരിലും, അതായത് ആരെല്ലാമാണോ ഇതിനെ സ്മരിച്ചും ഇതിനകത്ത് വണങ്ങിയും ഇതിനെ അത്ര വ്രതശുദ്ധിയോടുകൂടി ശരിക്കും ഇതിനെ ദർശനത്തിന് വരുന്ന ഈ 41ാമത്തെ ദിവസം ലിംഗപ്രതിഷ്ഠയാണ്, ശിവരാത്രിയാണെന്ന്, അത് തീർച്ചയായിട്ടും അത് ശക്തിയായി തന്നെ നിലകൊള്ളും. വരുന്നവർക്കെല്ലാം ഐശ്വര്യവും അതിനോടൊപ്പം വരപ്രാപ്തി എല്ലാം ലഭിക്കുന്നതായിരിക്കും, മംഗളദായക. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്. എനിക്ക് പോലും സീരിയസ്ലി ഞാൻ നല്ല കാര്യമായിട്ടുള്ളൊരു വിശ്വാസം തന്നെയാണ്. പക്ഷെ എനിക്ക് പോലും ഒരു എന്താ പറയുക ദഹിക്കാൻ ഒരു തുള്ളി പോലും ഇത് പറ്റുന്നില്ല. എങ്ങനെ നോക്കിയാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ അദ്ദേഹം വിരാജിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വലിയൊരു ക്ഷേത്രമായി അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമായി ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പണ്ട് ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ അച്ഛൻ ആധാരശില കല്ലിട് കർമ്മം അച്ഛനാണ് നടത്തിയത്. അപ്പം അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു മഹാക്ഷേത്രമായി മാറും. അത് പക്ഷെ കാലങ്ങളോളം എടുക്കും എന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് കാലമെടുത്തതാവുമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഒരു വിവാദമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വിവാദങ്ങളോടെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എല്ലാ സംഭവങ്ങളും എന്തെങ്കിലും ഒരു ഇതിലായിരിക്കും. അതായത് ഈ വാദങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ അറിവില്ലായ്മ, അതായത് സമാധി എന്തെന്നും ക്ഷേത്രം എന്തെന്നും ഒന്നും അറിവില്ലായ്മയാണ് എല്ലാത്തിനും കാരണം. ഇന്ന് വരുന്ന തലമുറയ്ക്ക് എന്താണ് ഈശ്വരനാണെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. സമാധി എന്തെന്നും ക്ഷേത്രം എന്തെന്നും ക്ഷയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും. അല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് ഏകദേശം കുറച്ചൊക്കെ അന്ന് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ കിട്ടും എന്താണ് ഇതിന്റെ കംപ്ലീറ്റ് പിക്ചർ എന്നുള്ള കാര്യം. ഏകദേശം സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ വമ്പൻ കോമഡിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിന് സപ്പോർട്ടറായിട്ട് ഒരാളെയും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. കാണാനും ചെയ്യുന്നതാണ് ക്ഷേത്രമെന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്നത്തെ തലമുറ ഒരാൾ അഡ്വക്കേറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഹിന്ദു സനാതന ധർമ്മത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ കളക്ടറാവാൻ പഠിക്കുന്നു. പല രീതിയിൽ ഇന്നത്തെ മക്കളെ പഠിപ്പിച്ച് അങ്ങോട്ട് വിടുന്നതല്ലാതെ സനാതന ധർമ്മം എന്തെന്ന് പറഞ്ഞു കൊടുത്ത് ഈശ്വരനുമായിട്ടുള്ള ലിംഗൊന്നും അതൊക്കെ വളരെ നല്ലതാട്ടോ, പഠിപ്പിച്ചു കൊടുക്കണൊക്കെ നല്ലതാ. പക്ഷേ ഇതൊരുമാതിരി ആ ഈശ്വരനെ കാണുവാൻ ശ്രമിക്കുകയോ തന്നിലിരിക്കുന്ന എല്ലാം നിങ്ങളിലും ഇരിക്കുന്നുണ്ട്. ആ ഈശ്വരൻ നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ മരണം എന്ന് പറയുന്ന, അതായത് ഈ വരുന്ന അറിവില്ലായ്മയുടെ ഭാഷയിൽ മരണം എന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് അതിനെ പുച്ഛിച്ച് കളയുന്ന, അതാണ് ഈ പ്രശ്നം. സമാധി എന്ന് പറയുന്ന അതിനെ ആ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ശക്തി അറിയാൻ പറ്റുന്നത്. അപ്പൊ തന്റെ അറിവില്ലായ്മയാണ്, ഓരോരുത്തരുടെയും ജ്ഞാനം, അതായത് അറിവില്ലായ്മയാണ് ഈ പ്രശ്നത്തിനെല്ലാത്തിനും കാരണമായത്. ഇന്ന് പറഞ്ഞു കൊടുക്കത്തില്ല, ഹിന്ദുക്കൾ പറഞ്ഞു കൊടുക്കത്തില്ല. ഈ ഒരു വരും തലമുറയ്ക്ക് അറിയാവുന്ന ആരും പറഞ്ഞു കൊടുക്കാത്തതിന്റെ ഈ ഒരു പ്രശ്നമാണ് ഇതിലേക്ക് എത്തിച്ചത്. ഈ സമാധി മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് മറ്റുള്ളവരെ അവിടെ കട്ടെ. ഏതായാലും കംപ്ലീറ്റ് റിപ്പോർട്ട് വരട്ടെ, ബാക്കി വരും വഴിയെ കാണാം. എങ്ങനെയാണ് മുഖത്തും മൂക്കിൻ്റെ പാലൊക്കെ പൊട്ടിയെന്ന് കേൾക്കണം. അങ്ങനെയല്ല, മൂക്കിൻ്റെ പാലത്തിൽ ചതവ്, നെറ്റിക്ക് ചതവ്, തലയ്ക്ക് ചതവ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഡെഫിനറ്റ്ലി കേട്ടോ.